ഓം ശാന്തി 9/8/2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ഈ പുരുഷോത്തമ സംഗമയുഗം മംഗളകാരി യുഗമാണ്. ഇതിൽ തന്നെയാണ് നിങ്ങൾക്ക് പഠിപ്പിലൂടെ ശ്രീകൃഷ്ണപുരിയുടെ അധികാരിയായി മാറേണ്ടത്. ചോദ്യം: ബാബ മാതാക്കൾക്ക് ജ്ഞാനകലശം നൽകിയത് എന്തുകൊണ്ടാണ്? ഏത് ആചാരമാണ് ഭാരതത്തിൽ മാത്രം നടക്കുന്നത്? ഉത്തരം: പവിത്രതയുടെ രാഖി ബന്ധിച്ച് എല്ലാവരെയും പതീതത്തിൽ നിന്ന് പാവനമാക്കി മാറ്റുന്നതിനായാണ് ബാബ മാതാക്കൾക്ക് ജ്ഞാനകലശം നൽകുന്നത്. രക്ഷാബന്ധനത്തിന്റെ ചടങ്ങും ഭാരതത്തിൽ മാത്രമുള്ളതാണ്. സഹോദരി സഹോദരന് രാഖി അണിയിക്കുന്നു. ഇത് പവിത്രതയുടെ അടയാളമാണ്. ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ പതീതത്തിൽ നിന്നും പാവനമായി പാവന ലോകത്തിന്റെ അധികാരിയായി മാറും. ഗീതം ഭോലാനാഥനിൽ നിന്നും വേറിട്ടതായി. ഓം ശാന്തി. ഇതാണ് നിഷ്കളങ്കനായ നാഥന്റെ മഹിമ. ബാബയെ ദാതാവ് എന്നാണ് പറയുന്നത്. നിങ്ങൾ കുട്ടികൾക്കറിയാം, ശ്രീ ലക്ഷ്മി നാരായണന്മാർക്ക് ഈ രാജ്യഭാഗ്യം ആരാണ് നൽകിയത്? തീർച്ചയായും ഭഗവാനായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. എന്തെന്നാൽ സ്വർഗത്തിന്റെ സ്ഥാപന ഭഗവാൻ തന്നെയാണ് ചെയ്യുന്നത്. സ്വർഗത്തിന്റെ ചക്രവർത്തി പദവി എങ്ങനെയാണോ നിഷ്കളങ്കനായ നാഥൻ ലക്ഷ്മി നാരായണന്മാർക്ക് നൽകിയത്, അതേപോലെയാണ് കൃഷ്ണനും നൽകിയത്. രാധാകൃഷ്ണൻ അല്ലെങ്കിൽ ലക്ഷ്മി നാരായണന്റെ കാര്യം ഒന്ന് തന്നെയാണ്. പക്ഷേ രാജധാനിയില്ല. അവർക്ക് രാജ്യം നൽകാൻ പരമപിത പരമാത്മാവിനല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. അവരുടെ ജന്മം സ്വർഗത്തിലാണ് എന്നാണ് പറയുക. ഇത് നിങ്ങൾ കുട്ടികൾക്കേ അറിയൂ. നിങ്ങൾ കുട്ടികളെ ജന്മാഷ്ടമി മനസ്സിലാക്കി കൊടുക്കൂ. കൃഷ്ണന്റെ ജന്മാഷ്ടമി ഉണ്ടെങ്കിൽ രാധയ്ക്കും ഉണ്ടാകണം. എന്തുകൊണ്ടെന്നാൽ രണ്ടുപേരും സ്വർഗവാസികളായിരുന്നു. രാധയും കൃഷ്ണനും തന്നെയാണ് സ്വയംവരത്തിന് ശേഷം ലക്ഷ്മി നാരായണനായി മാറുന്നത്. മുഖ്യ കാര്യം അവർക്ക് ഈ രാജ്യം ആരാണ് നൽകിയത് എന്നതാണ്. ഈ രാജയോഗം എപ്പോൾ ആര് പഠിപ്പിച്ചു? സ്വർഗത്തിൽ പഠിച്ചിട്ടുണ്ടാവില്ല. സത്യയുഗത്തിൽ അവർ ഉത്തമ പുരുഷന്മാരാണ്. കലിയുഗത്തിനു ശേഷമാണ് സത്യയുഗം ഉണ്ടാകുന്നത്. എങ്കിൽ തീർച്ചയായും കലിയുഗ അന്ത്യത്തിൽ രാജയോഗം പഠിച്ചിട്ടുണ്ടാകും. അതിനാലാണ് പുതിയ ജന്മത്തിൽ രാജധാനി പ്രാപ്തമായത്. പഴയ ലോകത്തിൽ നിന്നും പുതിയ പാവന ലോകം ഉണ്ടാകുന്നു. തീർച്ചയായും പതീത പാവനൻ വന്നിട്ടുണ്ടാകും. ഇപ്പോൾ സംഗമയുഗത്തിൽ ഏത് ധർമ്മമാണ് ഉണ്ടാകുന്നത് ഇതാർക്കും അറിയില്ല. പഴയ ലോകത്തിനും പുതിയ ലോകത്തിനും ഇടയിലുള്ള സംഗമയുഗമാണിത്. ഇതിനെക്കുറിച്ചാണ് പാടുന്നത്. ഈ ലക്ഷ്മി നാരായണന്മാരാണ് പുതിയ ലോകത്തിന്റെ അധികാരികൾ. ഇവരുടെ ആത്മാവിന് മുൻ ജന്മത്തിൽ പരമപിത പരമാത്മാവ് രാജയോഗം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പുരുഷാർത്ഥത്തിന്റെ പ്രാലബ്ധം പിന്നീട് പുതിയ ജന്മത്തിൽ ലഭിക്കുന്നു. ഇതിന്റെ പേര് തന്നെ മംഗളകാരി പുരുഷോത്തമ സംഗമയുഗം എന്നാണ്. തീർച്ചയായും വളരെയധികം ജന്മങ്ങളുടെ അന്തിമ ജന്മത്തിലായിരിക്കും അവർക്കാരെങ്കിലും രാജയോഗം പഠിപ്പിച്ചു കൊടുത്തത്. കലിയുഗത്തിൽ അനേകം ധർമ്മങ്ങളാണ്. സത്യയുഗത്തിൽ ഒരേ ഒരു ദേവീ ദേവതാ ധർമ്മവും. സംഗമയുഗത്തിൽ ഏത് ധർമ്മമാണ്, ഏതിലൂടെയാണോ അവർ പുരുഷാർത്ഥം ചെയ്ത് രാജയോഗം പഠിക്കുകയും സത്യയുഗത്തിൽ പ്രാലബ്ധം നേടുകയും ചെയ്തത്? മനസ്സിലാക്കാം. സംഗമയുഗത്തിൽ ബ്രഹ്മാവിലൂടെ ബ്രാഹ്മണർ തന്നെയാണ് ജനിച്ചത്. ബ്രഹ്മാവിലൂടെ കൃഷ്ണപുരിയുടെ സ്ഥാപന എന്ന ചിത്രത്തിലും കാണിച്ചിട്ടുണ്ട്.
വിഷ്ണു അഥവാ നാരായണപുരി എന്ന് പറഞ്ഞോളൂ. കാര്യം ഒന്നു തന്നെയാണ്. നിങ്ങൾക്കറിയാം, ഈ പഠിപ്പിലൂടെയും പിന്നെ പാവനമായി മാറുന്നതിലൂടെയും നമ്മളിപ്പോൾ കൃഷ്ണപുരിയുടെ അധികാരി ആവുകയാണ്. ശിവഭഗവാന്റെ വാക്കുകളല്ലേ. കൃഷ്ണന്റെ ആത്മാവ് തന്നെയാണ് വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൽ വീണ്ടും ബ്രഹ്മാവായി മാറുന്നത്. 84 ജന്മങ്ങൾ എടുക്കുന്നുണ്ടല്ലോ. ഇതാണ് 84ാം ജന്മം. ഇതിലാണ് വീണ്ടും ബ്രഹ്മാവ് എന്ന് പേര് വെക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ ബ്രഹ്മാവ് എവിടെ നിന്ന് വന്നു? ഈശ്വരൻ രചന രചിച്ചു എങ്കിൽ ബ്രഹ്മ, വിഷ്ണു, ശങ്കരന്മാർ എവിടെ നിന്ന് വന്നു? എങ്ങനെയാണ് രചിച്ചത്? എന്താ മന്ത്രം ജപിച്ച് പ്രത്യക്ഷമാക്കിയതാണോ? ബാബ തന്നെയാണ് അവരുടെ ചരിത്രം പറഞ്ഞു തരുന്നത്. ദത്തെടുക്കുമ്പോൾ പേര് മാറ്റുന്നു. ബ്രഹ്മാവ് എന്ന പേര് ഉണ്ടായിരുന്നില്ലല്ലോ. പറയുന്നു വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൽ. എങ്കിൽ തീർച്ചയായും പതീത മനുഷ്യനായി മാറി. ബ്രഹ്മാവ് എവിടെ നിന്നും വന്നു? ഇതാർക്കും അറിയില്ല. വളരെയധികം ജന്മങ്ങളുടെ അന്തിമ ജന്മം ആർക്കാണ് ഉണ്ടായത്? ലക്ഷ്മി നാരായണന്മാർ തന്നെയാണ് വളരെയധികം ജന്മങ്ങൾ എടുത്തിരിക്കുന്നത്. നാമവും രൂപവും കാലവും ദേശവും മാറിക്കൊണ്ടിരിക്കും. കൃഷ്ണന്റെ ചിത്രത്തിൽ 84 ജന്മങ്ങളുടെ കഥ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ജന്മാഷ്ടമി ദിവസത്തിൽ കൃഷ്ണന്റെ വളരെയധികം ചിത്രങ്ങൾ വിൽക്കുന്നുണ്ടാകും. എന്തെന്നാൽ എല്ലാവരും കൃഷ്ണന്റെ ക്ഷേത്രത്തിലേക്ക് പോകുമല്ലോ. രാധാകൃഷ്ണന്റെ ക്ഷേത്രത്തിലേക്ക് തന്നെയാണ് വരുന്നത്. കൃഷ്ണനോടൊപ്പം തീർച്ചയായും രാധയുണ്ടാകും. രാധയും കൃഷ്ണനും തന്നെയാണ് ലക്ഷ്മി നാരായണന്മാർ അഥവാ മഹാരാജാവും മഹാറാണിയുമായി മാറുന്നത്. അവർ തന്നെയാണ് 84 ജന്മങ്ങളെടുത്ത് പിന്നീട് അന്തിമത്തിൽ ബ്രഹ്മ സരസ്വതി ആയത്. വളരെയധികം ജന്മങ്ങളുടെ അന്തിമ ജന്മത്തിൽ ബാബ വന്ന് പ്രവേശിച്ചു. നിങ്ങൾ നിങ്ങളുടെ ജന്മങ്ങളെ അറിയുന്നില്ല എന്ന് ഇവരോട് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ആദ്യ ജന്മത്തിൽ ലക്ഷ്മി നാരായണന്മാരായിരുന്നു. പിന്നീട് ഈ ജന്മമെടുത്തു. അവരാണെങ്കിൽ പിന്നീട് അർജുനന്റെ പേര് പറഞ്ഞു. അർജുനനെ രാജയോഗം പഠിപ്പിച്ചു. അർജുനനെ ഒറ്റയ്ക്കാക്കി. പക്ഷെ അവരുടെ പേര് അർജുനൻ എന്നല്ല. ബ്രഹ്മാവിന്റെ ജീവചരിത്രം വേണമല്ലോ. പക്ഷെ ബ്രഹ്മാവിന്റെയും ബ്രാഹ്മണരുടെയും വർണ്ണന എവിടെയും ഇല്ല. ഈ കാര്യങ്ങൾ ബാബ തന്നെയാണ് ഇരുന്ന് മനസ്സിലാക്കി തരുന്നത്. എല്ലാം കുട്ടികൾ കേൾക്കും. പിന്നീട് കുട്ടികൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കും. കഥ കേട്ട് പിന്നീടിരുന്ന് മറ്റുള്ളവരെ കേൾപ്പിക്കും. നിങ്ങളും കേൾക്കുന്നുണ്ട്, പിന്നീട് കേൾപ്പിക്കുന്നു. ഇതാണ് പുരുഷോത്തമ സംഗമയുഗം, ലീപ് യുഗം, അധിയുഗം. പുരുഷോത്തമ മാസം കൂടിയാവുമ്പോൾ 13 മാസമാവുന്നു. ഈ സംഗമയുഗത്തിന്റെ ആഘോഷമാണ് ഓരോ വർഷവും ആഘോഷിക്കുന്നത്. ഈ പുരുഷോത്തമ സംഗമയുഗം ആരും അറിയുന്നില്ല. ഈ സംഗമയുഗത്തിൽ തന്നെയാണ് ബാബ വന്ന് പവിത്രമായി മാറുന്നതിനുള്ള പ്രതിജ്ഞ ചെയ്യിക്കുന്നത്. പതിത ലോകത്തിൽ നിന്നും പാവനമായ ലോകത്തിന്റെ സ്ഥാപന ചെയ്യുന്നു. രക്ഷാബന്ധനത്തിന്റെ ആഘോഷവും ഭാരതത്തിലാണ്. സഹോദരി സഹോദരന് രക്ഷ ബന്ധിക്കുന്നു. പക്ഷേ ആ കുമാരിയും പിന്നീട് അപവിത്രമാകുന്നു. ഇപ്പോൾ ബാബ നിങ്ങൾ മാതാക്കളിൽ ജ്ഞാനകലശം വച്ചിരിക്കുന്നു. ബ്രഹ്മകുമാരി ബ്രഹ്മകുമാരന്മാർ ഇരുന്ന് പവിത്രതയുടെ പ്രതിജ്ഞ ചെയ്യിക്കുന്നതിനായി രാഖി ബന്ധിക്കുന്നു. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ പാവനമായി മാറി പാവന ലോകത്തിന്റെ അധികാരിയായി മാറും. ബാക്കി ഒരു രാഖിയും ബന്ധിക്കേണ്ട ആവശ്യമില്ല. ഇത് മനസ്സിലാക്കി തരികയാണ്.
ഭാരിച്ച പ്രതിജ്ഞയാണ് പരിധിയില്ലാത്ത ബാബ ചെയ്യിക്കുന്നത്. നിങ്ങൾ പാവനമായി മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പതിത പാവനനായ ബാബയെ ഓർമ്മിക്കൂ. ദ്വാപരം മുതൽ നിങ്ങൾ പതിതമായാണ് വന്നത്. ഇപ്പോൾ മുഴുവൻ ലോകവും പാവനമാകണം. അത് ബാബയെ കൊണ്ടേ സാധിക്കൂ. ഒരു മനുഷ്യനും സർവരുടെയും ഗതി സദ്ഗതി ദാതാവാകാൻ ഒരിക്കലും സാധിക്കില്ല. ബാബ തന്നെയാണ് പാവനമായി മാറുന്നതിനുള്ള പ്രതിജ്ഞ ചെയ്യിക്കുന്നത്. ഭാരതം പാവനമായ സ്വർഗമായിരുന്നില്ലേ? പതിത പാവനൻ പരമപിത പരമാത്മാവ് തന്നെയാണ്. കൃഷ്ണനെ പതിത പാവനൻ എന്ന് പറയുവാൻ സാധിക്കില്ല. കൃഷ്ണന് ജന്മം ഉണ്ടാകുന്നുണ്ട്. അവരുടെ മാതാപിതാവിനെയും കാണിക്കുന്നുണ്ട്. ഒരു ശിവബാബയുടേത് മാത്രമാണ് അലൗകികമായ ജന്മം. ബാബ സ്വയം തന്റെ പരിചയം നൽകുന്നു. ഞാൻ സാധാരണ ശരീരത്തിലാണ് പ്രവേശിക്കുന്നത്. ശരീരത്തെ തീർച്ചയായും ആധാരമായി എടുക്കേണ്ടി വരും. ഞാൻ ജ്ഞാനസാഗരനും പതിത പാവനനുമാണ്. രാജയോഗം പഠിപ്പിക്കുന്നതും ഞാൻ തന്നെയാണ്. ബാബ തന്നെയാണ് സ്വർഗത്തിന്റെ രചയിതാവ്. മാത്രമല്ല നരകത്തിന്റെ വിനാശവും ചെയ്യുന്നു. എപ്പോഴാണോ സ്വർഗമായിരുന്നത് അപ്പോൾ നരകമില്ല. ഇപ്പോൾ പൂർണമായും അതിഘോരമായ നരകമാണ്. എപ്പോഴാണോ പൂർണമായും തമോപ്രധാനമായി നരകമായി മാറുന്നത് അപ്പോഴാണ് ബാബ വന്ന് സതോ പ്രധാനമായ സ്വർഗമാക്കി മാറ്റുന്നത്. 100% പതിതത്തിൽ നിന്നും 100% പാവനമാക്കി മാറ്റുന്നു. ആദ്യ ജന്മം തീർച്ചയായും സതോ പ്രധാനമായതാണ് ലഭിക്കുക. കുട്ടികൾ വിചാരസാഗര മന്ഥനം ചെയ്ത് പിന്നീട് പ്രഭാഷണം ചെയ്യണം. ഓരോരുത്തരും മനസ്സിലാക്കി കൊടുക്കുന്നത് ഓരോ രീതിയിലാണ്. ബാബയും ഇന്ന് ഒരു കാര്യം നാളെ വേറൊരു കാര്യമാണ് പറയുക. മനസ്സിലാക്കി തരുന്നത് ഒരുപോലെ ആയിരിക്കില്ല. ടേപ്പിലൂടെ ആരെങ്കിലും കൃത്യമായി കേൾക്കുകയാണ് എന്ന് കരുതുക. എങ്കിലും കൃത്യമായി കേൾക്കാൻ സാധിക്കില്ല. വ്യത്യാസം തീർച്ചയായും ഉണ്ടാകും. ബാബ എന്താണോ കേൾപ്പിക്കുന്നത് അതെല്ലാം ഡ്രാമയിലുള്ളതാണ് എന്നത് നിങ്ങൾക്കറിയാം. ഓരോ വാക്കുകളും എന്താണോ കഴിഞ്ഞ കൽപ്പത്തിൽ കേൾപ്പിച്ചത് അത് തന്നെയാണ് ഇപ്പോഴും കേൾപ്പിക്കുന്നത്. ഈ റെക്കോർഡ് നിറഞ്ഞിരിക്കുകയാണ്. ഭഗവാൻ സ്വയം പറയുന്നു, ഞാൻ 5000 വർഷങ്ങൾക്ക് മുൻപ് എന്തെല്ലാമാണോ പറഞ്ഞു തന്നത് അതേ വാക്കുകൾ തന്നെയാണ് ഇപ്പോഴും കേൾപ്പിക്കുന്നത്. ഇത് ഷൂട്ട് ചെയ്ത ഡ്രാമയാണ്. ഇതിൽ അല്പം പോലും വ്യത്യാസമുണ്ടാവുക സാധ്യമല്ല. ഇത്രയും ചെറിയ ആത്മാവിൽ റെക്കോർഡ് നിറഞ്ഞിട്ടുണ്ട്. കൃഷ്ണ ജന്മാഷ്ടമി എപ്പോഴാണ് ഉണ്ടായത് എന്നതും നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ അറിയാം. ഇന്നേ ദിവസത്തിന് 5000 വർഷങ്ങൾക്ക് ശേഷം അതിൽ നിന്നും കുറച്ച് ദിവസങ്ങൾ കുറയ്ക്കും. എന്തെന്നാൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ ലോകത്തിന്റെ സ്ഥാപന നടക്കുകയാണ്. കുട്ടികളുടെ മനസ്സിൽ എത്ര സന്തോഷമാണ്. നിങ്ങൾക്കറിയാം, കൃഷ്ണന്റെ ആത്മാവ് 84 ജന്മങ്ങളുടെ ചക്രം കറങ്ങി. ഇപ്പോൾ വീണ്ടും കൃഷ്ണന്റെ നാമരൂപത്തിലേക്ക് വരികയാണ്. ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്, പഴയ ലോകത്തെ കാലുകൊണ്ട് ചവിട്ടി അകറ്റുന്നു. പുതിയ ലോകം കയ്യിലുണ്ട്. ഇപ്പോൾ പഠിക്കുകയാണ്. അതിനാലാണ് ശ്രീകൃഷ്ണൻ വരാൻ പോകുന്നു എന്ന് പറയുന്നത്. തീർച്ചയായും ബാബ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിലായിരിക്കും പഠിപ്പിക്കുക. ഈ പഠിപ്പ് പൂർത്തിയാക്കിയാൽ കൃഷ്ണൻ ജന്മമെടുക്കും. ഇനി പഠിക്കാൻ കുറച്ചു സമയമേ ഉള്ളൂ. തീർച്ചയായും അനേകം ധർമ്മങ്ങളുടെ വിനാശം സംഭവിച്ച ശേഷം കൃഷ്ണന്റെ ജന്മം ഉണ്ടായിട്ടുണ്ടാകും. അതുപോലെ ഒരു കൃഷ്ണൻ മാത്രമല്ല ഉണ്ടാവുക, മുഴുവൻ കൃഷ്ണപുരിയും ഉണ്ടാകും. ഈ ബ്രാഹ്മണർ തന്നെയാണ് രാജയോഗം പഠിച്ച് പിന്നീട് ദേവതയായി മാറുന്നത്. ദേവതകളാവുന്നത് അറിവിലൂടെയാണ്.
ബാബ വന്ന് മനുഷ്യനിൽ നിന്നും ദേവതയാക്കി മാറ്റുന്നു. അതും പഠിപ്പിലൂടെയാണ്. ഇത് പാഠശാലയാണ്. ഇതിലാണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത്. പഠിപ്പ് സഹജമാണ്. ബാക്കി യോഗത്തിലാണ് പരിശ്രമം. നിങ്ങൾക്ക് പറയാൻ കഴിയും, കൃഷ്ണന്റെ ആത്മാവിപ്പോൾ രാജയോഗം പഠിക്കുകയാണ്. പരമപിത പരമാത്മാവിലൂടെ വിഷ്ണുപുരിയുടെ രാജ്യം നൽകാനായി ശിവബാബ ബ്രഹ്മാവിലൂടെ നമ്മൾ ആത്മാക്കളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ പ്രജാപിത ബ്രഹ്മാവിന്റെ കുട്ടികൾ ബ്രാഹ്മണികളാണ്. ഇത് സംഗമയുഗമാണ്. ഇത് വളരെ ചെറിയ യുഗമാണ്. കുടുമി വളരെ ചെറുതായിരിക്കുമല്ലോ. പിന്നീട് അതിലും വലിയ മുഖവും അതിനേക്കാൾ വലിയ കൈകളും പിന്നീട് അതിലും വലിയ വയറും കാലുകളുമായിരിക്കും. വിരാട്ട രൂപം കാണിക്കുന്നു. പക്ഷെ അതിന്റെ അർത്ഥം എന്താണ് എന്നത് ആരും മനസ്സിലാക്കി തരുന്നില്ല. നിങ്ങൾ കുട്ടികൾ ഈ 84 ജന്മങ്ങളുടെ ചക്രത്തിന്റെ രഹസ്യം മനസ്സിലാക്കി കൊടുക്കണം. ശിവജയന്തിക്ക് ശേഷമാണ് കൃഷ്ണ ജയന്തി. നിങ്ങൾ കുട്ടികൾക്ക് ഇത് സംഗമയുഗമാണ്. നിങ്ങളുടെ കലിയുഗം പൂർത്തിയായി. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഇപ്പോൾ ഞാൻ നിങ്ങളെ സുഖധാമത്തിലേക്കും ശാന്തിധാമത്തിലേക്കും കൂട്ടിക്കൊണ്ടും പോകാനായി വന്നിരിക്കുകയാണ്. നിങ്ങൾ സുഖധാമത്തിൽ വസിക്കുന്നവരാണ്. പിന്നീട് ദുഃഖധാമത്തിലേക്ക് വന്നു. ബാബ ഈ പഴയ ലോകത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. നിങ്ങളുടെ ലോകമല്ല. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? യോഗബലത്തിലൂടെ തന്റെ ലോകത്തിന്റെ സ്ഥാപന ചെയ്യുകയാണ്. അഹിംസ പരമോ ദേവീ ദേവതാ ധർമ്മം എന്ന് പറയാറുണ്ട്. നിങ്ങൾ അഹിംസകരായി മാറണം. കാമകഠാരി ഉപയോഗിക്കരുത്. അതുപോലെ വഴക്കടിക്കുകയോ അടികൂടുകയോ ചെയ്യരുത്. ബാബ പറയുന്നു, ഞാൻ ഓരോ 5000 വർഷങ്ങൾക്ക് ശേഷവും വരും. ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ കാര്യമില്ല. ബാബ പറയുന്നു, ജ്ഞാനം, തപസ്, ദാനം, പുണ്യം എന്നിവ ചെയ്ത് നിങ്ങൾ താഴേക്കാണ് വന്നത്. ജ്ഞാനത്തിലൂടെയാണ് സദ്ഗതി ഉണ്ടാകുന്നത്. മനുഷ്യരാണെങ്കിൽ കുംഭകർണ നിദ്രയിൽ ഉറങ്ങിക്കിടക്കുകയാണ്. അവർ ഉണരുന്നേയില്ല. അതിനാലാണ് ബാബ പറയുന്നത്, ഞാൻ കൽപ്പകൽപ്പം വരുന്നുണ്ട്. എനിക്കും ഡ്രാമയിൽ പാർട്ടുണ്ട്. പാർട്ടില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഞാനും ഡ്രാമയുടെ ബന്ധനത്തിലാണ്. വരുന്നത് കൃത്യസമയത്താണ്. ഡ്രാമ പ്ലാൻ അനുസരിച്ച് ഞാൻ നിങ്ങൾ കുട്ടികളെ തിരികെ കൊണ്ടുപോകുന്നു. ഇപ്പോൾ പറയുന്നു, മന്മനാ ഭവയായിരിക്കൂ. പക്ഷെ ഇതിന്റെയും അർത്ഥം ആർക്കും അറിയില്ല. ബാബ പറയുന്നു, ദേഹത്തിന്റെ മുഴുവൻ സംബന്ധങ്ങളെയും മറന്ന് എന്നെ മാത്രം ഓർമ്മിക്കൂ. എങ്കിൽ നിങ്ങൾ പാവനമായി മാറും. കുട്ടികൾ അച്ഛനെ ഓർമ്മിക്കുന്നതിനുള്ള പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ഈശ്വരീയ വിശ്വവിദ്യാലയമാണ്. മുഴുവൻ വിശ്വത്തിനും സദ്ഗതി നൽകാൻ മറ്റൊരു വിശ്വവിദ്യാലയം ഉണ്ടാവുക സാധ്യമല്ല. ഈശ്വരനായ ബാബ സ്വയം വന്ന് മുഴുവൻ ലോകത്തെയും പരിവർത്തനപ്പെടുത്തുന്നു. നരകത്തിൽ നിന്ന് സ്വർഗമാക്കി മാറ്റുന്നു. ഇതിലാണ് പിന്നീട് നിങ്ങൾ രാജ്യം ഭരിക്കുന്നത്. ശിവനെ ബബൂൽനാഥൻ എന്നും പറയാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ ബാബ വന്ന് നിങ്ങളെ കാമകഠാരിയിൽ നിന്ന് മുക്തമാക്കി പാവനമാക്കി മാറ്റുന്നു. ആത്മാക്കൾ വസിക്കുന്ന സ്ഥാനത്തെയാണ് ബ്രഹ്മാണ്ഡം എന്ന് പറയുന്നത്. ബാബ പറയുന്നു, ഞാൻ തന്നെയാണ് വന്ന് സർവരുടെയും സദ്ഗതി ചെയ്യുന്നത്. ശിവബാബ തന്നെയാണ് എല്ലാവരുടെയും സദ്ഗതി ചെയ്യുന്നത്. അതിനാൽ ബാബ വജ്രസമാനമാണ്. പിന്നീട് നിങ്ങളെ സ്വർണിമ യുഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. നിങ്ങളുടേതും ഇത് വജ്രസമാനമായ ജന്മമാണ്. പിന്നീട് സ്വർണിമ യുഗത്തിലേക്ക് പോകുന്നു. ഈ ജ്ഞാനം ബാബ തന്നെയാണ് വന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇതിലൂടെ നിങ്ങൾ ദേവതയായി മാറുന്നു. പിന്നീട് ഈ ജ്ഞാനം
പ്രായലോപമായി പോകും. ഈ ലക്ഷ്മി നാരായണന്മാരിൽ പോലും രചയിതാവിന്റെയും രചനയുടെയും ജ്ഞാനമില്ല. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഈ പഴയ ലോകത്തിലിരുന്നു കൊണ്ടും ഡബിൾ അഹിംസകരായി മാറി യോഗബലത്തിലൂടെ തന്റെ പുതിയ ലോകത്തിന്റെ സ്ഥാപന ചെയ്യണം. തന്റെ ജീവിതം വജ്രസമാനമാക്കി മാറ്റണം. 2. ബാബ എന്താണോ കേൾപ്പിക്കുന്നത് അതിനെക്കുറിച്ച് വിചാരസാഗരം മന്ഥനം ചെയ്ത് മറ്റുള്ളവരെ കേൾപ്പിക്കണം. ഈ പഠിപ്പ് പൂർത്തിയായാൽ നമ്മൾ കൃഷ്ണപുരിയിലേക്ക് പോകും എന്ന ലഹരി സദാ ഉണ്ടായിരിക്കണം. വരദാനം: അപവിത്രതയുടെ പേരോ അടയാളമോ പോലും സമാപ്തമാക്കി ഹിസ് ഹോളിനെസ് എന്ന ടൈറ്റിൽ പ്രാപ്തമാക്കുന്ന ഹോളി ഹംസമായി ഭവിക്കട്ടെ. ഹംസങ്ങൾ ഒരിക്കലും കല്ലുകൾ കൊത്തിപ്പെറുക്കാറില്ല. രത്നങ്ങൾ മാത്രമേ സ്വീകരിക്കൂ എന്നതുപോലെ ഹോളി ഹംസം ആരുടെയും അവഗുണം അഥവാ കല്ലുകൾ ധാരണ ചെയ്യാറില്ല. അവർ വ്യർത്ഥവും സമർത്ഥവും വേർതിരിച്ച് വ്യർത്ഥം ഉപേക്ഷിക്കുന്നു, സമർത്ഥം സ്വാംശീകരിക്കുന്നു. അങ്ങനെയുള്ള ഹോളി ഹംസങ്ങൾ തന്നെയാണ് പവിത്ര ശുദ്ധ ആത്മാക്കൾ. അവരുടെ ആഹാര വ്യവഹാരങ്ങളെല്ലാം ശുദ്ധമായിരിക്കും. എപ്പോൾ അശുദ്ധി അഥവാ അപവിത്രതയുടെ പേരോ അടയാളമോ പോലും സമാപ്തമാകുന്നുവോ അപ്പോൾ ഭാവിയിൽ ഹിസ് ഹോളിനെസ് എന്ന വരദാനം പ്രാപ്തമാകുന്നു. അതിനാൽ ഒരിക്കലും അബദ്ധവശാൽ പോലും ആരുടെയും അവഗുണങ്ങൾ ധാരണ ചെയ്യരുത്. സ്ലോഗൻ: സർവംശത്യാഗി അവരാണ് ആരാണോ പഴയ സ്വഭാവ സംസ്കാരങ്ങളുടെ വംശം പോലും ത്യാഗം ചെയ്യുന്നത്. അവ്യക്ത സൂചന: സഹജയോഗിയാകണമെങ്കിൽ പരമാത്മാ സ്നേഹത്തിന്റെ അനുഭവിയാകൂ. ഏത് കാര്യം ചെയ്യുമ്പോഴും പരമാത്മാവിന്റെ ഓർമ്മയിൽ ലവലീനമായി ഇരിക്കൂ. ഒരു പ്രശ്നത്തിന്റെയും വിസ്താരത്തിലേക്ക് പോകാതെ വിസ്താരം ബിന്ദുവിട്ട് ബിന്ദുവിൽ ഉൾക്കൊണ്ട് ബിന്ദുവായി മാറൂ. ബിന്ദുവിടൂ എങ്കിൽ എല്ലാ വിസ്താരവും എല്ലാ വലകളും സെക്കൻഡിനുള്ളിൽ സമാപ്തമാകും. മാത്രമല്ല സമയം ലാഭിക്കുകയും ചെയ്യാം. പ്രയത്നത്തിൽ നിന്ന് മുക്തമാവുകയും ചെയ്യും. ബിന്ദുവായി ബിന്ദുവിൽ ലവലീനമാകും. ഓം ശാന്തി.